all, welcome back to my channel. Today's special. Today's special മലയാളത്തിൽ ഒരു വ്ലോഗ് പോലെ. അപ്പോൾ ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ കണ്ടാൽ മനസ്സിലാവും വീട് നല്ല വൃത്തികേടാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു 2 days ട്രിപ്പിന് പോയിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര പോയി കഴിയുമ്പോൾ നമ്മൾ തലയിൽ എണ്ണ വെച്ച് കുളിക്കാൻ പാടില്ല, അതേപോലെ വീട് തുടയ്ക്കാൻ പാടില്ല. ഇത് സത്യമാണ്, എന്തോരം ഇതാണോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും യാത്ര പോകുന്നതിന് മുമ്പ് നമ്മൾ വീട് തുടച്ച് തലയ്ക്ക് എണ്ണ വെച്ചൊക്കെ കുളിച്ചാൽ മതി. അത് അവർ പോയി കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. അത് അന്നത്തെ ദിവസത്തേക്കാണോ അങ്ങനെ എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഞാൻ അതൊരു എനിക്ക് ഫേവറബിളായിട്ട് എടുത്ത് ഞാൻ ഒരു 2 ദിവസം വീട് തൂത്തുമില്ല, തുടച്ചുമില്ല, ആകെ കൂടി ഫുൾ അങ്ങ് വീട് വൃത്തികേടായി. അപ്പം അടുക്കളയും നല്ല വൃത്തികേടാണ്. സോ ഇന്ന് ഈവനിങ് ടു നൈറ്റ് റുട്ടീനിൽ വീട് മൊത്തം ക്ലീൻ ചെയ്യണം, കുക്ക് ചെയ്യണം, പാത്രം കഴുകണം, അങ്ങനെ എല്ലാം കൂടെ ഉണ്ട്. സോ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം 100% മലയാളത്തിൽ സംസാരിക്കാൻ. എവിടെയെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് വന്നാൽ എന്നെ ജാടയാന്ന് വിചാരിക്കല്ലേ. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, മലയാളിയല്ല, അതുകൊണ്ട് എന്നെ ചില വേർഡ്സ് പ്രൊനൗൺസിയേഷനും ആക്സെൻറ്റൊക്കെ തെറ്റിപ്പോവാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ബെയർ വിത്ത് മീ. അപ്പം if you like this video, please like, share and subscribe to my channel, and don't forget to click the bell icon. Come, let's get into the video. Hey all, അപ്പോൾ എൻ്റെ കോലം കണ്ടിട്ടാണ് ഒന്നും വിചാരിക്കില്ലേ. സോ ദിസ് ഇസ് ഹൗ ഐ ആം അറ്റ് ഹോം. അപ്പോൾ യൂഷ്വലി ഞാൻ എന്ത് ചെയ്യും, ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവസാനം അടുക്കളയിൽ കയറുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു നേരെ തിരിച്ച് ചെയ്യാമെന്ന്. അപ്പം അടുക്കള വൃത്തിയാക്കി രാത്രിയിലത്തേക്കുള്ള ഡിന്നറിനും കൂടെ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾക്ക് എന്നും ഡിന്നർ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചാൽ മാത്രം മതി. ചിക്കൻ കറി ഉണ്ട് ഫ്രിഡ്ജിൽ. സോ let's clean the kitchen. അപ്പം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് അടുക്കള ഇനി അവസാനം കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. പാത്രമൊക്കെ കഴുകി നാളെ ഇനി ഒരു ബെഡ്റൂമേ ഞാനിന്ന് ക്ലീൻ ചെയ്യുന്നുള്ളൂ. അപ്പം ഹാള്, ഡൈനിങ് ഹാൾ, പിന്നെ കിച്ചൺ ആൻഡ് ബെഡ്റൂം ക്ലീൻ ചെയ്യണം. അതും 6:30ക്ക് മുമ്പ്. ഇപ്പോൾ ഇറ്റ്സ് ഓൾറെഡി 6 o'clock. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. ക്ലീൻ ചെയ്യുന്ന ഒരുവിധം ക്ലീൻ ചെയ്തു, ഇനി തൂക്കണം. ഓക്കെ. ഈ റൂം നേരത്തെ ഇതുപോലെ അല്ലായിരുന്നു, ഞാനിപ്പോൾ ഇത് ഒന്ന് വൃത്തിയാക്കിയതാ. റയൻ ഉറങ്ങിയൊക്കെ എണീറ്റപ്പം നല്ല വൃത്തിയുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ബെഡ്റൂം ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഈ ഡൈനിങ് ഹാളും ലിവിങ് സ്പേസും ക്ലീൻ ചെയ്യണം. ആക്ച്വലി ഇതുപോലെയാണ് മിക്കവാറും എൻ്റെ ഈവനിങ് റൊട്ടീൻ. ദിവസം എന്തായാലും ഡിന്നറിന് ചപ്പാത്തിയാണ്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയിട്ടാണ് ഞാൻ ക്ലീനിങ് ഇൻ ദ സെൻസ് സെക്കൻഡ് ടൈം ക്ലീനിങ്. രാവിലെ ഒന്ന് തൂക്കും, സെക്കൻഡ് ടൈം ഈ സമയമൊക്കെ ആകുമ്പോഴാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഹാളും ഇവിടെ ഉച്ചയ്ക്ക് കഴിച്ച പാത്രമൊക്കെ അതുപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരുവിധം അങ്ങ് ഒതുക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഞാനിനി അപ്പോൾ അടുക്കള ഒരുവിധം ഒക്കെയാണ്. ഈ റൂം ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പം സോ വി ആർ ഗോയിങ് ഔട്ട്. We are going for a small shopping. So if I can, I'll be film. വണ്ടി കയറി ഇച്ചിരി കഴിഞ്ഞപ്പം റയന് ഭയങ്കര വയറുവേദന. അപ്പം ഹോട്ടലിൽ പോയി കഴിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓട്ടുപുര എന്ന് പറഞ്ഞ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി.
വേദന ഉള്ള ആളെ കണ്ടില്ലേ സാമ്പാറും ചമ്മന്തിയിലും മുക്കി കഴിക്കുന്നു. അപ്പോൾ എന്തെല്ലാം നമ്മൾ ചെയ്താലും കിഡ്സ് ലവ് ഹോട്ടൽ. വീട്ടിലേക്ക് ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളൂ. എന്ത് കട്ട് ചെയ്യട്ടെ? വേണ്ട. So I'm reheating the fish curry as well as the rasam that I have, and a chapati dough which I prepared for the dinner. I'll be using it tomorrow morning. So yeah, so no kitchen jobs. I should just wash this vessel, that's it. Shops in the kitchen is like done, so I'm going to switch it off, and so അപ്പോൾ ഇന്നത്തെ വീഡിയോയോടുകൂടി അവസാനിക്കുകയാണ്. അപ്പം ശരിയെന്ന് ഹായ് ഗുഡ് മോർണിംഗ്. അപ്പം ഇത് ശരിക്കും അടുത്ത ദിവസമാണ്, നെക്സ്റ്റ് മോർണിംഗാണ്. അപ്പം ഇന്നലെ ഒരു റെസിപ്പി ഒന്നും യൂസ്ഫുള്ളായിട്ട് കാണിക്കാത്തത് ഷൂട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനിത് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഞാനങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഈ ചായ ഞങ്ങളിപ്പോൾ എനിക്കതേ വിളിച്ചിലേക്ക് ഓൾമോസ്റ്റ് 8:45. അപ്പം ഇത് ചായക്കുള്ള പാലാണ് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഒരു 5-6 ബോൺലെസ് പീസ് ചിക്കൻ കറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം, കുക്കുംബർ, അണിയൻ ആൻഡ് ടൊമാറ്റോ. വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. ഞാൻ സവോളയും ക്യാപ്സിക്കമും കൂടി ഇട്ട് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് ഈ ചിക്കനും കൂടി ഇട്ട് ഇച്ചിരി പെപ്പർ വേണമെങ്കിൽ ആഡ് ചെയ്ത് നല്ലപോലെ സോട്ട് ചെയ്യുക. എന്നിട്ട് അത് കൂൾ ആയി കഴിയുമ്പോൾ നമുക്കതിൽ കുക്കുംബറും ടൊമാറ്റോവും മയണൈസും സീസണിങ് വേണമെങ്കിൽ ചെയ്തിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്ത് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് വെരി സിമ്പിളാണ്. അപ്പം ലെഫ്റ്റ് ഓവർ ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ യൂഷ്വലി ചിക്കൻ മാരിനേറ്റ് ബോൺലെസ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാറില്ല, സോട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്ന് ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ നിന്ന് ഞാനെടുത്ത് ഉണ്ടാക്കുക. ഇത് ക്യാപ്സിക്കമും സവോളയും ഇവിടെ സോട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ ചിക്കനും സവോളയും ക്യാപ്സിക്കമും ഇച്ചിരി ഉപ്പും പെപ്പറും കൂടി ആഡ് ചെയ്ത് ഞാൻ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു എഗ്ഗും അതിൻ്റെ കൂടെ കുറച്ച് പാലും പിന്നെ ശർക്കര. അപ്പോൾ ശർക്കര പൊടിച്ച് വെച്ചിട്ട് പൊടിച്ച ശർക്കര, പൗഡർഡ് ശർക്കര അതും ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുക്കി നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാം, പിന്നെ നമുക്ക് സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കാം. അവിടെ ചായയും ചെയ്യുന്ന ഇത് നല്ലപോലെ കൂളായി കഴിഞ്ഞിട്ട് നമുക്കിതിൽ കുക്കുംബർ ആഡ് ചെയ്യാവുള്ളൂ. അതിന് മുമ്പ് ആഡ് ചെയ്യില്ല. അപ്പോൾ അത് ഒരുമാതിരി വല്ലാതെ ടേസ്റ്റായി പോകും. നല്ലപോലെ ആറിക്കഴിയുമ്പോൾ ഇതിൽ കുക്കുംബറും വേണമെങ്കിൽ തക്കാളി ഇല്ലെങ്കിൽ വേണ്ട, മയണൈസ്, പെപ്പർ, സോൾട്ട് ആഡ് ചെയ്തിട്ട് നമുക്കിത് ബ്രെഡിൽ സ്റ്റഫ് ചെയ്ത് ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ ബുട്ടുവിൻ്റെ ടോസ്റ്റ് റെഡി, ഫ്രഞ്ച് ടോസ്റ്റ്. ഹായ്. ഞാൻ ഇച്ചിരി മയണൈസ് ഒരു 1 to 2 tablespoons ഓഫ് മയണൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് വേണമെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഞങ്ങൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് സ്റ്റഫ് ചെയ്തിട്ട് അടുത്ത സ്ലൈസ് വെച്ച് കവർ ചെയ്തിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. റയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. So with this our vlog comes to an end. Thank you for watching. If you like this video, please like, share and subscribe to my channel. Thank you for watching. Bye bye.